പൂക്കളുടെ പരവതാനിയായിരുന്നു ഒരു കാലത്ത് കണ്ണൂർ മാടായിപ്പാറ. കയ്യേറ്റവും കാഴ്ചക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും ഈ ഭൂപ്രദേശത്തെ വീർപ്പുമുട്ടിക്കുകയാണ് ഇന്ന്. ഒരോണക്കാലം കൂടി അടുത്തെത്തുമ്പോൾ ഇവിടെ ബാക്കിയായ ചെടികളിലും പൂമൊട്ടുകൾ വിരിയുന്നു. കണ്ണെത്താ ദൂരത്ത് മൊട്ടക്കുന്നുകൾ പൂക്കുന്ന കാലം. വേനൽക്കാലത്തും വേരുകൾക്ക് ദാഹശമനിയാകുന്ന നീരുറവ. 300-ലധികം പൂക്കൾ, 30-ലേറെ പുൽച്ചെടികൾ, അവയെ തേടിയെത്തുന്ന എണ്ണമറ്റ ശലഭങ്ങളും കിളികളും. 950 ഏക്കർ നീണ്ടുകിടന്ന മാടായിപ്പാറ ഇന്ന് 300 ഏക്കറിലേക്ക് ചുരുങ്ങി. അവിടെയും ബാക്കിയായത് ഇവിടെ എത്തുന്നവർക്ക് മനോഹാരിതയാണ്. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഒരുപോലെ പൂക്കുന്ന പാറ. ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന വഴിയുകൊണ്ട് എന്നും ഇത് കണ്ട് പൂവൊക്കെ പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം നല്ലൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ പണ്ടത്തെ അത്രയും ഒന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ പൂക്കളിപ്പോൾ ഒന്നും അത്രയില്ല. അനധികൃത കയ്യേറ്റവും കാഴ്ചക്കാരും യാത്രക്കാരും നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളുമാണ് ഈ ഹരിതഭൂമിയുടെ ശാപം. മാടായിപ്പാറയ്ക്ക് കൈവിട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു സംരക്ഷണ സമിതി തന്നെ ഇപ്പോൾ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരോണക്കാലത്തേക്ക് കടക്കുന്ന മലയാളിക്ക് മാടായിപ്പാറയിലെ ഒരു പിടി പൂക്കൾ സമ്മാനിക്കുന്നു ഈ മനോഹാരിത സംരക്ഷിക്കാൻ. ലിമേഷ് ചെറുപേഷിക്കൊപ്പം കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.